ലീഗൽ തോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പ്രോപ്പർട്ടി ക്രയവിക്രയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോയുടെ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രോപ്പർട്ടി എന്താണ്, അതിൻ്റെ ആമുഖവും മറ്റു കാര്യങ്ങളും എല്ലാം സൂചിപ്പിച്ചു. ഇന്ന് നമുക്ക് ഈ വാഹനങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ സാധാരണ എല്ലാവരിലും കണ്ടുവരാറുള്ള ചില പ്രവണതകൾ ഒന്ന് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ മെജോറിറ്റി ആൾക്കാരും വാഹനം ഉപയോഗിക്കുന്നവരാണ്. ചില ആൾക്കാർ പുതിയ വാഹനം മേടിക്കും, ചില ആൾക്കാർ പഴയ വാഹനം മേടിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിലുള്ള വാഹനം നമ്മൾ വിറ്റെങ്കിൽ മാത്രമാണ് നമ്മൾ സാധാരണഗതിയിൽ മറ്റൊരു വാഹനം മേടിക്കുന്നത്. സാധാരണ എല്ലാവരും ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ വിൽക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഷോറൂമിൽ കൊടുത്ത് മാറ്റിയെടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്ക് ഈ വാഹനം വിറ്റതിന് ശേഷം നമ്മളൊരു പുതിയ വണ്ടി എടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിക്കുകയോ അല്ലെങ്കിൽ ഷോറൂമിൽ പോയി ഒരു പുതിയ വാഹനം എടുക്കുകയോ ചെയ്യും. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട ചില നിയമപരമായ സംഗതികളുണ്ട്. അത് ചെയ്യാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന കോൺസിക്വൻസുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മളൊരു പുതിയ വാഹനം മേടിക്കുന്ന ആളാണ് എന്ന് വിചാരിക്കുക. നമ്മൾ ഷോറൂമിൽ ചെന്നു വാഹനം സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പൈസ അടച്ച് അതിന് നമുക്ക് ആദ്യം കിട്ടുന്ന രേഖയാണ് അവിടെ നിന്നും തരുന്ന ബില്ലെന്ന് പറയുന്നത്. പൈസ അടയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ വാഹനത്തിൻ്റെ ബില്ല്, ഇത്ര രൂപയ്ക്ക് നമ്മൾ വാഹനം വാങ്ങി എന്ന് കാണിക്കുന്ന ബില്ല്. അതിനുശേഷം അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും വണ്ടി നിരത്തിൽ ഇറക്കണമെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാതെ ഇറക്കാൻ പറ്റില്ല. അതിന് അവർ തന്നെ ഷോറൂംകാർ തന്നെ സാധാരണഗതിയിൽ ഇൻഷുറൻസ് എടുത്തു തരാറാണ് പതിവ്. അതല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളും എടുക്കുന്നതിരിക്കട്ടെ, ആ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കണം. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്നതിന് ചേസ് നമ്പർ, എൻജിൻ നമ്പർ ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ TP ആയിരിക്കും. TP നമ്പർ ലഭിച്ചതിന് ശേഷമായിരിക്കും അതിൻ്റെ എൻജിൻ നമ്പറും ചേസ് നമ്പറും വെച്ചിട്ട് ഇൻഷുറൻസ് എടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഒറിജിനൽ രജിസ്ട്രേഷൻ നമ്പർ കിട്ടുമെങ്കിൽ ആ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട് നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. അപ്പം ഇൻഷുറൻസും എടുത്തു, അതിൻ്റെ മറ്റ് ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ഈ വണ്ടി നമ്മുടെ കയ്യിലേക്ക് തരുന്നു, നമ്മളത് ഓടിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ സമയത്ത് രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിയുമ്പം നമുക്ക് അതിനൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. ഈ ആദ്യം കിട്ടുന്ന വാഹനത്തിൻ്റെ വില അടച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന ബില്ല് ആ വാഹനത്തിൻ്റെ ബില്ലാണ്. അതിൽ നമ്മുടെ പേരും അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. ആ ഉടമസ്ഥൻ ആരാണോ അല്ലെങ്കിൽ ആരുടെ പേരിലാണോ ഈ വണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത് ആ ആളിൻ്റെ പേരിലേക്ക് ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോഴും ഈ ബില്ലടയ്ക്കുന്ന ആളുടെ പേരിലേക്ക് ആയിരിക്കണമെന്നില്ല ഈ വാഹനം രജിസ്റ്റർ ചെയ്യുന്നത്. ആർക്കെങ്കിലുമൊക്കെ ഡൊണേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന ആളിൻ്റെ പേരിലേക്കായിരിക്കും, അവരുടെ രേഖകൾ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും നമുക്കിതിൻ്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഇതിൻ്റെ നമ്പർ, എൻജിൻ നമ്പർ, ചേസ് നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ, ഈ വണ്ടിയെ സംബന്ധിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തുണ്ടാവും. ഇയർ ഓഫ് മാനുഫാക്ചറിങ്, കളറ്, മറ്റ് ഡിസ്ക്രിപ്ഷൻസ് എല്ലാം, വണ്ടിയുടെ മെയ്ഡ്, ഇതെല്ലാം അതിനകത്തുണ്ടാകും. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ആധികാരിക രേഖ എന്ന് പറയുന്നത്. ഈ രേഖയിൽ കാണുന്നയാളാണ് വണ്ടിയുടെ രജിസ്റ്റേർഡ് ഓണർ. ഈ രജിസ്റ്റേർഡ് ഓണറിനാണ് ഈ വാഹനത്തെ സംബന്ധിച്ചുള്ള എല്ലാവിധ ബാധ്യതകളും ഉള്ളത്. അപ്പോൾ ഈ രജിസ്റ്റേർഡ് ഓണർക്കാണ് നമുക്ക് സാധാരണഗതിയിൽ ഇൻഷുറൻസ് എടുക്കുന്നത്. ഈ ഇൻഷുറൻസ് കമ്പനി ഈ രജിസ്റ്റേർഡ് ഓണറിനുണ്ടാകുന്ന ബാധ്യതയെ ഇൻഡെംനിഫൈ ചെയ്യുക അല്ലെങ്കിൽ അത് ഏറ്റെടുക്കുക എന്നുള്ളൊരു നടപടിക്രമം മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഇൻഷുറൻസ് കമ്പനി ഈ വാഹനത്തിനൊരു ഇൻഷുറൻസ് തരുമ്പോൾ ചില വ്യവസ്ഥകൾ നമ്മൾ പാലിക്കണം. ലൈസൻസ് ഉള്ള ആളായിരിക്കണം വണ്ടി ഓടിക്കേണ്ടത്. മദ്യപിച്ചോ ലക്ക് കെട്ടോ വാഹനം ഓടിക്കാൻ പാടില്ല. റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആയിട്ടുള്ള രീതിയിൽ വാഹനം ഓടിച്ച് അപകടം മനഃപൂർവ്വം ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ മറ്റ് ഏതെങ്കിലും തരത്തിൽ ഇൻഷുറൻസ് ഇൻവാലിഡ് ആവുന്ന തരത്തിൽ ഉള്ള ഒരു വാഹനം, ഇപ്പോൾ ചേസിങ്, മറ്റ് സംഗതികൾ, ഇതിലൊന്നും ഏർപ്പെട്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടായിരിക്കും ഈ ഇൻഷുറൻസ് കമ്പനി ഈ വാഹനത്തിന് ഇൻഷുറൻസ് തരുന്നത്. അപ്പോൾ ഈ വ്യവസ്ഥകൾ ലംഘിക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടാൽ അത്തരം സംഗതികളിൽ അവർക്ക് ഇൻഡെംനിഫൈ ചെയ്യുവാൻ സാധിക്കില്ല. ഇപ്പം വാഹനം ഓടിക്കാൻ അറിയാൻ വയ്യാത്ത ഒരാൾ, രജിസ്റ്റേർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ഒരാൾ വാഹനം ഓടിച്ച് അപകടം വന്നാൽ കമ്പനി അത് ഇൻഡെംനിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ കാലാവധി കഴിഞ്ഞു, ഇൻഷുറൻസിൻ്റെ കാലാവധി കഴിഞ്ഞു, അതിനുശേഷം ഒരു അപകടത്തിലേർപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ രജിസ്റ്റേർഡ് ഓണർ ആയിരിക്കും ഈ വാഹനത്തിൻ്റെ അപകടവുമായി ബന്ധപ്പെട്ട് കേസുണ്ടാവുകയോ മറ്റു കാര്യങ്ങൾ വരികയോ ചെയ്യുമ്പം അവിടെ ഈ അപകടത്തിലേർപ്പെട്ടയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുവാനായിട്ട് ബാധ്യസ്ഥനായിട്ട് വരുന്നത് ഈ രജിസ്റ്റേർഡ് ഓണർ ആയിരിക്കണം.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും നമ്മളൊരു പുതിയ വാഹനം മേടിച്ച് ആ വാഹനം നമ്മൾ കൈമാറ്റം ചെയ്യുന്ന സമയം രജിസ്റ്റേർഡ് ഓണർഷിപ്പ് RC ബുക്കിൽ മാറ്റിയിരിക്കണം. അതിനെ തുടർന്ന് ഇൻഷുറൻസ് കമ്പനി അത് ഇൻഫോം ചെയ്യുകയും ഇൻഷുറൻസിൻ്റെ രേഖകളിലും RC ഓണർ മാറി എന്നുള്ള വിവരം റെക്കോർഡ് ചെയ്യണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ വാഹനം ഒരു അപകടത്തിൽപ്പെടുകയും അതിനെ തുടർന്ന് ഈ ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ ഇതിന് ഇൻഷുറൻസ് ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ഓടിച്ചിരുന്നയാൾ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതായിട്ട് തെളിയുകയോ അല്ലെങ്കിൽ ഓടിച്ചിരുന്നയാൾക്ക് വാലിഡ് ലൈസൻസ് ഇല്ലായിരുന്നു എന്ന് തെളിയുകയോ ചെയ്താൽ RC ബുക്കിൽ കാണുന്ന ഓണർ ആയിരിക്കും അതിൻ്റെ ബാധ്യസ്ഥനായിട്ട് വരുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്, നമുക്കൊരു പുതിയ വണ്ടി എടുക്കേണ്ട ഒരു ആവശ്യത്തിലേക്കായി നമ്മൾ ഒരു സ്ഥാപനത്തെ സമീപിക്കുകയാണെങ്കിൽ മിക്ക സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ എടുക്കുകയും അത് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന സൗകര്യമുണ്ട്. അത് അവരുടെ ഒരു ബിസിനസ്സിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ വാഹനത്തിന് ഒരു നല്ല വില തരികയും അതിനുശേഷം ഒരു വിലച്ചീട്ട് നമ്മളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ആ വിലച്ചീട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഈ വാഹനം കൈവശപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു വില കൊടുത്തു എന്നുള്ള ഒരു രേഖയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ഈ വിലച്ചീട്ടായിരിക്കും. യഥാർത്ഥത്തിൽ ഈ വിലച്ചീട്ടിന് നിയമത്തിന് മുന്നിൽ യാതൊരു വിലയുമില്ല. ആ വിലച്ചീട്ട് നമുക്ക് അവർ മേടിച്ചു എന്നുള്ളതിൻ്റെ ഒരു രേഖയായിട്ട് കാണിക്കാമെന്നുള്ളതല്ലാതെ നിയമപരമായ രീതിയിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു ആക്സിഡൻറ്റ് കേസോ മറ്റ് സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ ആ രേഖയല്ല പരിശോധിക്കുന്നത്. പലപ്പോഴും ഈ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങുന്ന ഈ സ്ഥാപനങ്ങൾ അത് അവരുടെ കൈവശമുള്ള ഏതെങ്കിലും ഒരു ബ്രോക്കറെ സമീപിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലോ അത് അവർ വിൽക്കുകയായിരിക്കും ചെയ്യുന്നത്. ഈ വിൽക്കുന്ന സമയത്ത് ഈ സ്വാഭാവികമായിട്ടും ചില സ്ഥാപനങ്ങൾ രജിസ്ട്രേഷൻ്റെ ഓണർഷിപ്പ് മാറാറില്ല, RC ബുക്കിൽ ഓണർഷിപ്പ് മാറാറില്ല. അങ്ങനെ ഓണർഷിപ്പ് മാറാതിരുന്നാൽ ഈ മേടിക്കുന്ന ആളിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഉത്തരവാദിത്വം വിൽക്കുന്നയാളിനാണ്. മേടിക്കുന്നയാളിനല്ല ഇതിൻ്റെ ബാധ്യത വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അയാൾക്ക് സ്വാഭാവികമായിട്ടും ഒരു വിലച്ചീട്ട് കൈ കിട്ടും. ആ വിലച്ചീട്ടും കൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും. പക്ഷേ RC ബുക്കിൽ അയാളായിരിക്കത്തില്ല ഓണർ. ഇതിനെ സംബന്ധിച്ച് എന്ത് വന്നാലും, ഈവൻ ട്രാഫിക് വയലേഷൻ വന്നാൽ പോലും രജിസ്റ്റേർഡ് ഓണറിൻ്റെ പേരിലേക്കാണ് സമൻസ് വരുന്നത്. രജിസ്റ്റേർഡ് ഓണറാണ് ഇതിൻ്റെ ബാധ്യസ്ഥനായിട്ട് വരുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ട്രാഫിക് വയലേഷൻസ് ധാരാളം ക്യാമറ വെച്ചിട്ട് പിടിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രജിസ്ട്രേഷൻ ബുക്കിനകത്തുള്ള RC സർട്ടിഫിക്കറ്റിനകത്തുള്ള ഓണറിൻ്റെ പേരിൽ സമൻസ് വരികയും ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അവിടെ എല്ലാം തന്നെ നമ്മൾ ഈ സമയം ചിലപ്പോൾ 3-4 കൈ മറിഞ്ഞിട്ടുണ്ടാവും ഈ വാഹനം. അപ്പോൾ ഇപ്പോൾ ആരുടെ കൈവശത്തിലാണ് ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഒരു രീതിയിൽ നമുക്ക് സാധിക്കില്ല. സ്വാഭാവികമായിട്ടും ഈ വാഹനം വിൽക്കുന്ന സ്ഥാപനങ്ങൾ അവരുടെ സെക്കൻഡ് സെയിൽ സ്ഥാപനത്തെ നമ്മൾ സമീപിക്കുമ്പോൾ അവർ വില മാറ്റിയതിന് ശേഷം മാത്രമേ പേര് മാറ്റിയതിന് ശേഷം മാത്രമേ വിൽക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഉറപ്പ് വരാറുണ്ട്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ അങ്ങനെ ചെയ്യാതിരുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു വാഹനം ഒരു സ്ഥാപനത്തിൽ എക്സ്ചേഞ്ച് ചെയ്തു. അവരുടെ പറഞ്ഞു വണ്ടി കൊടുക്കുന്ന സമയത്ത് എന്നെ അറിയിക്കണം. ആർക്കാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേരിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ ഈ വാഹനം കൊടുക്കാവൂ എന്ന് പറഞ്ഞു. ഇതിന് വേണ്ടുന്ന ചെലവിനത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് 1000 രൂപ വാങ്ങിച്ചു. എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുത്തു. പക്ഷേ എനിക്ക് ഇതിലൊരു പന്തികേട് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിരന്തരം ഈ വാഹനം അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ചെന്നപ്പോൾ കാണാൻ ഈ വാഹനം അവിടെ ഇല്ല. ഞാൻ എന്ത് ചെയ്തു, ഉടനെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ ആ വാഹനം കൊടുത്തു എന്ന് പറഞ്ഞു. അത് ഞാൻ ചോദിച്ചപ്പം നിങ്ങൾ പേര് മാറ്റാതെ എന്തിനാ ഈ വാഹനം കൊടുത്തേ? അത് ഞങ്ങൾ അവർക്ക് 1000 രൂപ അങ്ങ് കൊടുത്തു, അതുകൊണ്ട് അവർ പേര് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ വാഹനം ഒരു ബ്രോക്കറുടെ കയ്യിലേക്ക് കൊടുക്കുകയും ബ്രോക്കർ അന്നേരം കിട്ടിയ ഒരു പർച്ചേസറുടെ കയ്യിലേക്ക് വാഹനം കൊടുക്കുകയും ചെയ്തു. ഒടുവിൽ ഞാൻ ഈ ബ്രോക്കറുടെ കയ്യിൽ നിന്നും ഇത് വാഹനം മേടിച്ച ആളുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്ത് അയാളെ ഞാൻ ബന്ധപ്പെട്ടു. എൻ്റെ ചെലവിൽ തന്നെ അയാളുടെ കയ്യിൽ നിന്ന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം മേടിച്ചു പേര് മാറ്റാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഞാൻ ചെയ്ത് അവസാനം ഇത് റെഡിയാക്കി ഞാൻ അവർക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അവർ ആ ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഈ വാഹനത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്നുണ്ടായി. സ്വാഭാവികമായിട്ടും നല്ലൊരു ഫെയർ ആയിട്ടുള്ള ഒരു ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന വാക്ക് പാലിക്കാറാണ് പതിവ്. പക്ഷേ ഇവിടെ എനിക്ക് തന്നെ ലഭിച്ചത് ഒരു അൺഫെയർ ആയിട്ടുള്ള അപ്രോച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടും എപ്പോൾ വാഹനം വിൽക്കുന്നോ പേര് മാറ്റിയതിന് ശേഷം മാത്രമേ വാഹനം കൈമാറ്റം ചെയ്യാവൂ. അല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് നമ്മളത് വിട്ടുപോകും, ആ പോട്ടെ ചെയ്തോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ അവർ ചെയ്യില്ല. ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് തീരുന്നത് പോലും അവർ ശ്രദ്ധിക്കാറില്ല.
കാരണം അവരുടെ പേരിലല്ലല്ലോ ഇൻഷുറൻസിൻ്റെ RC ബുക്ക് കിടക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസ് തീരുന്നത് പോലും അവർ ശ്രദ്ധിക്കാറില്ല. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും എടുത്തുകൊണ്ട് പോകുന്നത്. ഇവർക്കൊന്നും ലൈസൻസ് ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ ഈ വാഹനം കൊണ്ട് മദ്യപിച്ചതിന് ശേഷം വാഹനം ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായി, എവിടെയെങ്കിലും തട്ടിയോ മുട്ടിയോ ഒക്കെ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലെല്ലാം തന്നെ നമ്മൾ പേര് മാറ്റിയതിന് ശേഷം മാത്രമേ വാഹനം കൊടുക്കാവൂ. അത് നമ്മുടെ തന്നെ ചെലവിൽ മാറ്റി കൊടുത്താലും കുഴപ്പമില്ല. അതല്ല ഒരു അല്പസമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാലും നമ്മൾ വാഹനത്തിൻ്റെ പേര് മാറ്റി മാത്രമേ കൊടുക്കാവൂ. എൻ്റെ കയ്യിൽ തന്നെ 2-3 കേസുകളും ഇപ്രകാരം വന്നിട്ടുണ്ട്. വാഹനം കൊടുത്തതിന് ശേഷം ആക്സിഡൻറ്റ് സംഭവിച്ചു. പക്ഷേ രജിസ്റ്റേർഡ് ഓണറുടെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ പേര് മാറ്റിയിരുന്നില്ല. ഒരു വാഹനത്തിനാണെങ്കിൽ ഇൻഷുറൻസ് തീർന്നതിന് ശേഷം ഓടിച്ച് അപകടം വരുത്തിയതാണ്. വേറൊരു വാഹനത്തിനാണെങ്കിൽ ഈ വാഹനം കൊണ്ടുപോയ ആൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ഇൻഷുറൻസ് ഇല്ലാത്തതിനകത്ത് ഒരു രീതിയിലും കോമ്പൻസേഷൻ കമ്പനി കൊടുക്കില്ല. പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തതിനകത്താണെങ്കിൽ പുതിയൊരു പൊസിഷൻ അനുസരിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അത് റിക്കവർ ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ അവർക്ക് കമ്പനിക്കുണ്ട്. അങ്ങനെ വരുന്ന കേസിൽ അവർക്ക് തുടർ നടപടി സ്വീകരിച്ച് ആരാണോ രജിസ്റ്റേർഡ് ഓണർ അവരിൽ നിന്ന് അത് ഈടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വാഹനങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ പേര് മാറ്റി മാത്രമേ വയ്ക്കാവൂ. അതിനെ തുടർന്ന് അതിൻ്റെ ഇൻഷുറൻസ് രേഖകളിലും പേര് മാറ്റണം. RC ബുക്കിലുള്ള പേര് ഏതാണോ ആ പേരിലേക്ക് ഇൻഷുറൻസ് രേഖകളും മാറ്റണം. അപ്പം അതുപോലെ തന്നെ നമ്മളൊരു വാഹനം സെക്കൻഡ് ഹാൻഡ് മേടിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിക്കുമ്പം രജിസ്റ്റേർഡ് ഓണർഷിപ്പ് മാറ്റേണ്ട ഉത്തരവാദിത്വം അത് മേടിക്കുന്ന ആളാണ് അയാളുടെ പേരിലേക്ക് ഈ വാഹനം മാറ്റേണ്ടത്. പക്ഷേ ഈ വാഹനത്തിൻ്റെ പേര് മാറ്റാതെ ഈ വാഹനം ഉപയോഗിച്ചാൽ അതിന് ലയബിലിറ്റി വരുന്നത് RC ബുക്കിൽ ഓണറിനായിരിക്കും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ഈ വാഹനങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത. അപ്പം ഒരിക്കലും നമ്മൾ വാഹനം വാങ്ങുമ്പോൾ അതിൻ്റെ സെയിൽസ് സർട്ടിഫിക്കറ്റ് എന്ന രീതിയിൽ നമുക്ക് തരുന്ന രേഖ അതൊരു ആധികാരിക രേഖയല്ല. അത് താൽക്കാലികമായി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രേഖയാണ്. അതുകൊണ്ട് സെയിൽസ് സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ വാഹനത്തിൻ്റെ ഓണർഷിപ്പ് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. വാഹനത്തിൻ്റെ ഓണർഷിപ്പ് തീരുമാനിക്കുന്നത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് എപ്പോൾ നമ്മൾ വാഹനം കൈമാറ്റം ചെയ്യുന്നു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലെ പേര് നിർബന്ധമായിട്ടും മാറ്റിയിരിക്കണം. എങ്കിൽ മാത്രമേ ആരാണോ അതിൻ്റെ ഓണർ ആ ഓണറിൻ്റെ പൂർണ്ണമായ ബാധ്യത പുതിയ ആളിലേക്ക് മാറ്റപ്പെടുകയുള്ളൂ. ഇതാണ് വാഹനം കൈമാറ്റത്തെ സംബന്ധിച്ച് പറയുവാനുള്ളത്. ഇനിയും ഇതിൻ്റെ മറ്റൊരു കൈമാറ്റ വിഷയവുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.